ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2300. ഏപ്രിൽ മാസം 18-ാം തീയതി 108-ാമത്തെ ദിവസത്തിലെത്തി. ഒരു ദേശത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം ആലോചിക്കുകയാണ്. അതിനു മുമ്പ് ദൈവം ആരെയോ അന്വേഷിക്കുന്നുണ്ട്. അത് അവരെയായിരുന്നു. ആരെ? നീതിമാന്മാരെ. 2 പട്ടണങ്ങളിലുമായി 10 പേരെയെങ്കിലും മതി. എങ്കിൽ ആ 2 പട്ടണങ്ങളെയും നശിപ്പിക്കേണ്ട. അതായിരുന്നു ദൈവത്തിന്റെ തീരുമാനം. പക്ഷെ ഒരേ ഒരു മനുഷ്യനെ മാത്രമേ ദൈവത്തിന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അത് ലോത്താണ്. അയാളെ പ്രതി അയാളുടെ കുടുംബത്തിലുള്ളവരെയും അവിടുന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് വായിക്കാവോ? അങ്ങനെ സോദോമും ഗോമോറയും ഒരു പുൽനാമ്പ് പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കപ്പെടുകയാണ്. കൊടിയ അനീതിയിലും അധർമ്മത്തിലും മുഴുകി ജീവിക്കുമ്പോഴും ഞാനും തേടുന്നത് അവരെ തന്നെയാണ്, നീതിമാന്മാരെ. അവർ അധികമൊന്നുമില്ലെന്ന് അറിയാം. എങ്കിലും ഭൂമിയെ അതിന്റെ ജീർണതകളിൽ നിന്ന് സംരക്ഷിച്ച് നിലനിർത്തുന്ന ഉപ്പ് തന്നെയാണ് നീതിമാന്മാർ. അതെല്ലാവർക്കും അറിയാം. ഭൂമി ഇനിയും ജീവിക്കാൻ കൊള്ളാവുന്ന ഒരിടമായി നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് അറിയാം. എന്താണ് സത്യത്തിൽ നീതി? ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ അത് വിശുദ്ധിയുടെ ഒരു പര്യായമാണ്. ഏറ്റവും ലളിതമായി പൗലോസ് അപ്പോസ്തലൻ അത് വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. റോമ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് കണ്ടെത്തേണ്ടതാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുക. അതൊരു സാൻമാർഗിക പുണ്യപ്രവൃത്തി കൂടിയാണ്. മനുഷ്യന് നീതിബോധമില്ലെങ്കിൽ മാനവരാശിക്ക് സ്വസ്ഥമായ നിലനിൽപ്പ് പോലും അസാധ്യമാണ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കാം, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ആരൊക്കെയോ വിസമ്മതിച്ചുകൊണ്ടുണ്ടായ കലാപങ്ങളല്ലേ ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. നീതിബോധമില്ലാത്ത അധികാരി അയാൾ ആരുമാകാം. ഒരു ദേശത്തിന്റെയോ മതത്തിന്റെയോ അധികാരിയോ തൊഴിലുടമയോ അധ്യാപകനോ അയാൾ ശരിക്കും അപകടകാരി തന്നെയാണ്. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു ജനതയുടെ തന്നെ ജീവിതത്തെ ദുരിതപൂർണമാക്കാൻ അയാൾക്ക് എത്ര വേഗം കഴിയും? എന്തുമാത്രം സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. നീതിരഹിതരായ മനുഷ്യരോട് നീതിമാന്മാരുടെ ദുർബലതയും അവരുടെ ചെറുത്തുനിൽപ്പുമൊക്കെ. കുറെ കൂടി നീതിബോധത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയണ്ടേ? ക്രിസ്തുയേശു തന്നെയാണ് ഏറ്റവും നല്ല മാതൃക. അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടേയിരുന്ന, തന്റെ പ്രാണനെ കൊടുത്തും പരിശ്രമിച്ച ക്രിസ്തുയേശു. ആമേൻ.